12.5 കോടി രൂപയ്ക്കാണ് ജോഫ്ര ആർച്ചറെ പ്രധാന പേസറായി രാജസ്ഥാൻ ടീമിലേക്ക് എത്തിക്കുന്നത്. മുൻ സീസണുകളിൽ റോയൽസിന് വേണ്ടി കളിച്ചിട്ടുള്ള സൂപ്പർ താരം ഒരുപാട് നാളുകളായി പരിക്കിന്റെ പിടിയിലായിരുന്നു. എന്നാൽ ആ പരിക്കിൽ നിന്നെല്ലാം മുക്തമായാണ് റോയൽസ് ക്യാമ്പിലേക്ക് ജോഫ്ര ആർച്ചർ എത്തുന്നത്. എന്നാൽ ആദ്യ മത്സരത്തിലെ ആദ്യ വരവേൽപ്പ് തന്നെ അതിഗംഭീരമായിരുന്നു. 4 ഓവറിൽ 76 റൺസാണ് ജോഫ്ര ആർച്ചർ വിട്ടുകൊടുത്തത്. അതും ആർച്ചറിന്റെ കരിയറിലെ മറക്കാൻ ആഗ്രഹിക്കുന്ന അധ്യായമായി ഈ ഒരു മത്സരം മാറുകയാണ്. IPLിലെ ഏറ്റവും എക്സ്പെൻസീവ് സ്പെല്ലാണ് ആർച്ചർ എന്നെറിഞ്ഞത്. ആർച്ചറിനൊപ്പം ഫസൽ ഫറൂഖിയും തീക്ഷണയും സന്ദീപ് ശർമ്മയും ദേശ്പാണ്ഡെയും എല്ലാം മാറി മാറി അടിവാങ്ങി. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ടോസ് ലഭിച്ച് ബൗൾ ചെയ്യാനുള്ള റോയൽസിന്റെ തീരുമാനമായിരുന്നു. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഇല്ലാതെ റിയാൻ പരാഗാണ് ടീമിനെ നയിക്കുന്നത്. എന്നാൽ അടിസ്ഥാനപരമായി റിയാൻ പരാഗിന് ക്യാപ്റ്റൻസി നൽകിയതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. ജയ്സ്വാൾ അടക്കമുള്ള താരങ്ങൾ ടീമിലുണ്ടായിരുന്നിട്ടും നിതീഷ് റാണയെ പോലുള്ള എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനർ ഉണ്ടായിട്ടും എന്തുകൊണ്ട് പരാഗിനെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചു എന്നത് വലിയ ചോദ്യമായിരുന്നു. എന്നാൽ ആദ്യ മത്സരത്തിലെ പരാഗിന്റെ പിഴവുകൾ എടുത്തു പറയേണ്ടതാണ്. ട്രാവിസ് ഹെഡ് ബാറ്റ് ചെയ്യുമ്പോൾ ഓരോ പന്തും മാറി മാറി പരാഗ് ഫീൽഡ് നിർത്തി. ആ രീതിയിലുള്ള ലൂപ്പ് ഹോളുകൾ വളരെ കൃത്യമായി ഉപയോഗിക്കാൻ ട്രാവിസ് ഹെഡിന് സാധിച്ചു. 31 പന്തിൽ 9 4ഉം 3 6ഉം അടങ്ങുന്നതായിരുന്നു ഹെഡിന്റെ ഇന്നിങ്സ്. ആ ഇന്നിങ്സിന് 9 ബൗണ്ടറികളിൽ 4-5 ബൗണ്ടറികളും ഇത്തരം ഗ്യാപ്പുകളിൽ സ്കോർ ചെയ്തതാണ്. പരാഗിന്റെ ബോളിംഗ് ചേഞ്ചുകളിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. 2ാം ഓവർ തീക്ഷണയെ കൊണ്ട് എറിയിച്ചതും ദേശ്പാണ്ഡെക്ക് പന്ത് കൊടുക്കാൻ വൈകിയതും സന്ദീപ് ശർമ്മയെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തതുമെല്ലാം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ്. ടീം സെലക്ഷനിലെ പാളിച്ചകൾ തന്നെ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. പ്രധാന സ്പിൻ ബൗളറായി ടീമിലൊരു താരമില്ലാത്തത് ഇപ്പോഴാണ് രാജസ്ഥാൻ മനസ്സിലാക്കിയതെന്ന് തോന്നുന്നു. അശ്വിനും ചഹലിനും പകരം വയ്ക്കാൻ രാജസ്ഥാൻ ഇനിയും ഒരു ബോളറെ കണ്ടുപിടിക്കേണ്ട സാഹചര്യമാണുള്ളത്.